ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തപസ്സുകാലം എന്ന് നമ്മൾ ധ്യാനിക്കുന്നത് യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷം 11-ാം അധ്യായം 45 മുതൽ 56 വരെയുള്ള വാക്യങ്ങളാണ്. യേശുനാഥനെ കൊല്ലാൻ പദ്ധതിയിടുന്ന ഫരിസേയരെക്കുറിച്ചും നിയമജ്ഞരെക്കുറിച്ചും പ്രധാന പുരോഹിതന്മാരെക്കുറിച്ചുമാണ് സുവിശേഷം ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത്. പ്രധാന പുരോഹിതനായിരുന്ന കയ്യഫാസ് ഒരു പ്രവചനം കൂടെ നടത്തുന്നുണ്ട്. ജനം മുഴുവനും നശിക്കാതിരിക്കുന്നതിന് വേണ്ടി യേശുനാഥൻ കൊല്ലപ്പെടുന്നത് നല്ലതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് അദ്ദേഹം പറഞ്ഞതിൻ്റെ പിന്നിലെ കാരണം യേശുനാഥനിൽ അനേകം ജനക്കൂട്ടം വിശ്വസിച്ചുകൊണ്ട് അവിടുത്തെ അനുഗമിക്കാൻ തുടങ്ങിയിരുന്നു. അപ്പം ഇങ്ങനെ അവിടുത്തെ അനുഗമിച്ചു കഴിഞ്ഞാൽ ഇത് ഇസ്രയേൽ പ്രതീക്ഷിച്ചിരുന്ന മിശിഹായാണ്. ആ മിശിഹ റോമ സാമ്രാജ്യത്തിനെതിരെ തിരിയുന്ന ഒരു മനുഷ്യനായിരിക്കും എന്ന ചിന്തയിൽ റോമക്കാർ ഒരു പക്ഷേ ജനത്തെ മുഴുവൻ നശിപ്പിക്കും എന്നാണ് കയ്യഫാസ് ചിന്തിച്ചിരുന്നത്. ഇത് അവിടെ ഉണ്ടായിരുന്ന ഒരു രാഷ്ട്രീയപരമായ ചിന്തയാണ്. എന്നാൽ യേശുനാഥൻ ജനങ്ങളെ പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ വന്ന യഥാർത്ഥ മിശിഹായാണെന്നും രക്ഷകനായ ദൈവമാണെന്നും ഈ പുരോഹിത പ്രമുഖന്മാർക്കോ മറ്റു മനുഷ്യർക്കോ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഇവിടെ യേശുനാഥൻ കൊല്ലപ്പെടാൻ ഇവർ ആഗ്രഹിച്ചതിൻ്റെ കാരണം ഇവരുടെ സ്ഥാനമാനങ്ങൾ പോകാതിരിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പം ഇവരുടെ ഒരു പദ്ധതിയായിരുന്നു ഈശോയെ കൊല്ലണമെന്നുള്ളത്. ഇന്നത്തെ സുവിശേഷം വളരെ മനോഹരമായി നമുക്കൊരു സംഭവം വരച്ചു കാണിക്കുന്നുണ്ട്. ഈ ലോകത്തെ തിന്മകളുടെ കരവലയത്തിൽപ്പെട്ട് മനുഷ്യനെടുക്കുന്ന ചില തീരുമാനങ്ങളെ, ആ തിന്മയുടെ തീരുമാനങ്ങളെപ്പോലും ദൈവം എങ്ങനെ നന്മയുടെ പദ്ധതിയാക്കി മാറ്റുന്നുണ്ടെന്ന്. കാരണം ഈശോയെ ഇവർ കൊല്ലാൻ തീരുമാനിക്കുന്നത് ചതിയുടെയും വഞ്ചനയുടെയൊക്കെ ഭാഗമായിരുന്നു. പക്ഷെ ദൈവം ആ പദ്ധതിയെ മനുഷ്യരക്ഷയുടെ ഭാഗമാക്കി മാറ്റുകയാണ്. അപ്പോൾ മനുഷ്യൻ ചെയ്യുന്ന ചില തിന്മകളെപ്പോലും ദൈവം അത് നന്മയാക്കി മാറ്റാൻ കഴിവുള്ളവനാണ്. ദൈവം മനുഷ്യ ജീവിതത്തിൽ ഇടപെടുകയും മനുഷ്യ ചരിത്രത്തിൽ ഇടപെടുകയും ആ നന്മകളെ തുടർന്നു കൊണ്ടുപോകാൻ അനുഗ്രഹിക്കുകയും ചെയ്യുന്നവനാണെന്ന് നമ്മൾ സുവിശേഷത്തിലൂടെ കാണുന്നുണ്ട്. രണ്ടാമത് സുവിശേഷത്തിൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുന്നത്, ജനക്കൂട്ടത്തിന് വേണ്ടി ഒരു മനുഷ്യനെ കൊല്ലാൻ ഇവർ തയ്യാറാകുന്നുണ്ട്. അതായത് വ്യക്തികൾക്കുള്ള സ്വാതന്ത്ര്യവും വ്യക്തികൾക്കുള്ള ജീവൻ്റെ പരിരക്ഷയും ഇവർ നൽകുന്നില്ല. കാരണം അവരെ സംബന്ധിച്ച് ജനക്കൂട്ടമാണ് വലുത്. അതുകൊണ്ട് ഒന്നോ രണ്ടോ പേര് നശിക്കുന്നത് ഇവർക്ക് അതിനെക്കുറിച്ചുള്ള ചിന്തയില്ല. പക്ഷേ ഇവിടെ നേരെ മറിച്ച് ദൈവത്തിലേക്ക് തിരിയുമ്പോൾ ഓരോ മനുഷ്യനെയും സ്നേഹിക്കുന്നത് കൊണ്ട് ഓരോ മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി മരിക്കാൻ പോലും തയ്യാറാകുന്ന ദൈവത്തെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ മനുഷ്യരെ മനസ്സിലാക്കാത്തവരും മനുഷ്യരെ പരസ്പരം കൊല്ലാൻ മടിക്കാത്തവരുമാണ്. പക്ഷേ ദൈവമാകട്ടെ ഓരോ മനുഷ്യനെയും ഓരോരുത്തരെയും സ്നേഹിക്കുന്ന ദൈവമാണെന്ന് സുവിശേഷം നമുക്ക് വ്യക്തമാക്കി തരികയാണ്. ഈ സുവിശേഷ ഭാഗം നമ്മളോട് ആവശ്യപ്പെടുന്നത്, പ്രത്യേകിച്ച് ഈ തപസ്സുകാലത്ത്, ഓരോ വ്യക്തികളെയും മാനിക്കേണ്ടവരും ബഹുമാനിക്കേണ്ടവരും ഓരോ വ്യക്തിയുടെ ജീവനെയും സംരക്ഷിക്കേണ്ടവരുമാണ് നമ്മളെന്നുള്ളൊരു ചിന്തയാണ്. നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി സ്വരമുയർത്താൻ പോലും കഴിയാത്ത മനുഷ്യരെ അടിച്ചമർത്താൻ പാടുപെടുന്ന ഒരു ജനസമൂഹത്തിൻ്റെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ചിന്താഗതികളെ നമ്മൾ ഇല്ലാതാക്കുകയും യേശുനാഥനെ പോലെ ഓരോ വ്യക്തികളെയും നമ്മൾ സ്നേഹിക്കുകയും അവരുടെ സ്വാതന്ത്ര്യത്തെ നമ്മൾ മാനിക്കുകയും ചെയ്യണമെന്ന് സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ സുവിശേഷം ധ്യാനിക്കുമ്പോൾ ഓരോ വ്യക്തിയെയും സ്നേഹിക്കാനും സംരക്ഷിക്കാനുമുള്ള കൃപ നമുക്ക് നൽകണമെന്ന് യേശുനാഥനോട് പ്രാർത്ഥിക്കും. യേശുനാഥൻ അതിന് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.